السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെയും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനഫ്സിഹിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്ത് നിസായിലെ 49-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യഗ്ഫിറു മാപ്പാക്കുകയില്ല അൻ യുശ്രിക ബിഹി ആരാധന കാര്യത്തിൽ അവന് പങ്കുകാരെ സ്ഥാപിക്കുന്നത്. തൻ്റെ അധികാരാവകാശങ്ങളിൽ മറ്റുള്ളവർക്ക് പങ്കു നൽകുന്നത് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അത് അവൻ മാപ്പാക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക അതല്ലാതെയുള്ള കാര്യങ്ങൾ അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാഹ് ആരെങ്കിലും അള്ളാഹുവിന് ഷിർക്ക് വെക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് അവൻ്റെ അധികാരാവകാശങ്ങളിൽ അവന് പങ്കാളിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്രകാരം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ ഫഖദ് ഇഫ്തറാ അവൻ കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ്, ചമച്ചുണ്ടാക്കിയിരിക്കുകയാണ്, ഇസ്മൻ അളീമാ വളരെ വലിയ പാപം, ട്രമൻഡസ് സിൻ വളരെ വലിയ പാപം, വളരെ വലിയ തെറ്റ് അവൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ലാഹ് ഡസ് നോട്ട് ഫർഗീവ് അസോസിയേഷൻ വിത്ത് ഹിം. അല്ലാഹു തആല അവന് പങ്കാളികളെ സ്ഥാപിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അതവൻ മാപ്പാക്കുകയില്ല. But he forgives what is less than that for whom he wills. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത തെറ്റുകൾ അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. And he who associates others with Allah, അള്ളാഹുവിനോടൊപ്പം മറ്റ് എന്തിനെയെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ, has certainly fabricated a tremendous sin. ഒരു വളരെ വലിയ പാപം അവൻ തൻ്റെ മേൽ ചാർത്തുകയാണ് ചെയ്യുന്നത്, കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കേണ്ടതിൻ്റെ കാര്യത്തെയാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർ എല്ലാവിധ നന്മയായ കാര്യങ്ങളും ചെയ്യുന്ന നിലയിലേക്ക് മാറും. യഥാർത്ഥത്തിൽ കാരണം അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ
തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിലേക്ക് കടന്നു വരുന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മളിലേക്കുണ്ടെങ്കിൽ താൻ ആരാണെന്നും എന്താണെന്നും അവൻ തിരിച്ച് ചിന്തിച്ച് ഗ്രഹിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അതില്ലാത്തിടത്തോളം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം അവൻ അലസനാവും, ഉദാസീനനാവും, അവൻ അഹങ്കാരിയാകും, എല്ലാവിധ തിന്മകൾക്കും ഉള്ള കാരണക്കാരനായി മാറുകയും ചെയ്യും. അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനുള്ള ഒരേ ഒരു വഴിയും അള്ളാഹുവിനെ, അവൻ്റെ അസ്തിത്വത്തെ, അവൻ്റെ ഏകത്വത്തെ, അവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും അവനോടൊപ്പം ഒരു പങ്കാളിയുമില്ല എന്നും സർവ്വതിനും കഴിവുറ്റവൻ അവൻ മാത്രമാണെന്നും അവൻ്റെ പ്രകടനമാണ് നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചവും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും. ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ വചനത്തിന് നൽകുന്ന വിശദീകരണത്തിൽ ദ വേഴ്സ് റെഫേഴ്സ്, ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത് നോട്ട് ഓൺലി ടു ഇഡൽ വർഷിപ്പ് ഇൻ ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്, ഈ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നേരിട്ട് പോയി ആരാധിക്കുന്നതിനെ മാത്രമല്ല, ലൈക്ക് ദ വർഷിപ്പ് ഓഫ് സ്റ്റോൺസ്, സൺ ആൻഡ് പ്ലാന്റ്സ്, ആളുകൾ ആരാധിക്കുന്നത് കാണാം, കല്ലുകളെ ആരാധിക്കുന്നവരെ കാണാം. സൺ, അതുപോലെ ആകാശത്തേക്ക് നോക്കി സൂര്യനെ നോക്കിയിട്ട് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നവരുണ്ട്. ആൻഡ് പ്ലാന്റ്സ്, അതുപോലെ ദൈവ സൃഷ്ടികളായ ഭൂമിയിൽ ഉള്ള ചെടികൾ, വൃക്ഷങ്ങൾ, അവയൊക്കെ. ബട്ട് ആൾസോ ടു സച്ച് പ്രാക്ടീസസ് വിച്ച് ഫോം പാർട്ട് ഓഫ് ദ റിലം ഓഫ് ഇഡൽട്രി. ഇതൊക്കെ വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമാണ്. ലൈക്ക് ദ വർഷിപ്പ് ഓഫ് സെയിൻസ് ഓർ സോ കാൾഡ് സെയിൻസ്, അതുപോലെ തന്നെയാണ് ഈ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് അവരെ ആരാധിക്കുക. ഇപ്പോൾ അദ്ദേഹം ഒരു ദിവ്യനാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കും എന്നൊക്കെയുള്ള വാദവും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ദിവ്യന്മാരെ അവസാനം ആ ദിവ്യന്മാരെ അവർ ആരാധിക്കുവാൻ തുടങ്ങും. അതാണ് ലൈക്ക് ദ വർഷിപ്പ് ഓഫ് സെയിൻസ്. ഈ പറയപ്പെട്ട വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ മനുഷ്യർ പിന്നീട് ആരാധനാമൂർത്തികളാക്കുന്നത് അവർ ദിവ്യന്മാരെന്ന്, പുണ്യവാളന്മാരെന്ന് കരുതുന്നവർ. അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഒരുപാട് പുണ്യവാളന്മാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും, എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള അജ്ഞന്മാർ ദർഗകളോ അതുപോലെയുള്ള മറ്റ് ഗോപുരങ്ങളും കെട്ടി അവിടെ ആരോ ഇരിപ്പുണ്ട്, അവരുടെ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഷിർക്ക് മൂലമാണ്. അള്ളാഹുവിലുള്ള ഏകത്വത്തിലും വസ്തുത്തിലുമുള്ള വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടാണ്. ഓർ സോ കാൾഡ് സെയിൻസ് ആൻഡ് മാൻ എലക്റ്റഡ് ഇഡൽസ്, അവർ ഈ പറയുന്ന ദിവ്യന്മാർ, പുണ്യവാളന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന അവർ യഥാർത്ഥത്തിൽ മനുഷ്യർ തന്നെ തിരഞ്ഞെടുത്ത വിഗ്രഹങ്ങളാണ് അവരുടെ. അതല്ലാതെ അവർക്കും ദിവ്യത്വവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദ ഹേർട്ട് ആൾസോ മേ കണ്ടെയ്ൻ തൗസൻഡ്സ് ഓഫ് ഇഡൽസ്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ ഹാർട്ട് ആൾസോ മേ കണ്ടെയ്ൻ, നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊണ്ടിരിക്കാം, തൗസൻഡ്സ് ഓഫ് ഇഡൽസ്, ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ. ഇൻ ദാറ്റ് വിച്ച് മാൻ ഗീവ്സ് മോർ പ്രിഫറൻസ് ടു ദീസ് തിങ്സ് ദാൻ ഗോഡ്. അതെങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ആയിരക്കണക്കിന് വിഗ്രഹങ്ങളെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു? അതെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിനേക്കാൾ ഈ സാധനങ്ങൾക്ക് അവർ കൂടുതൽ പരിഗണന കൊടുക്കും. ദൈവസായുജ്യം കിട്ടുന്നതിന് കുറേ വഴികളുണ്ട്. ആ വഴികൾക്ക് അപ്പുറത്ത് ഇവർ വേറെ വഴികൾ കണ്ടെത്തി അവർ വിചാരിക്കും ഈ വഴികളിലൂടെ പോയാൽ ദൈവസായുജ്യത്തിലെത്താമെന്ന്. അതാണ് ദ ഹാർട്ട് ആൾസോ മേ കണ്ടെയ്ൻ തൗസൻഡ്സ് ഓഫ് ഇഡൽസ് ഇൻ ദാറ്റ്. ആയിരക്കണക്കിന് വിഗ്രഹങ്ങളുടെ ഹൃദയങ്ങളിൽ പേറിക്കൊണ്ടാണ് ഈ മനുഷ്യൻ നടക്കുന്നത്.
ഇൻ ദാറ്റ് വിച്ച് മാൻ ഗീവ്സ് മോർ പ്രിഫറൻസ്. ഈ ഈ തൻ്റെ ഉള്ളിലുള്ള ഈ കാര്യത്തിനാണ് അവൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്. ടു ദീസ് തിങ്സ് ദാൻ ഗോഡ്, ദൈവത്തിനേക്കാൾ, ദൈവപ്രീതിയേക്കാൾ. ദൈവത്തിന് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ, നല്ല കാര്യം ചെയ്യാനുള്ള ഒരു അവസരം വരുന്നു. പക്ഷേ അതിന് വേറൊരു തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുകയാണ്, അവനത് കഴിയുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണെങ്കിൽ അത് അവൻ്റെ ഉള്ളിലുള്ള ആ വിഗ്രഹം അവനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വെൻ ദ ടൈം ഓഫ് പ്രെയർ കംസ്, ഇനി പ്രാർത്ഥനയ്ക്ക് സമയം ആയിരിക്കട്ടെ, ദേ പ്രിഫർ ടു അറ്റാച്ച് ദംസെൽസ്, അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഇതിപ്പോൾ നിസ്കാരം ഇപ്പോഴല്ലേ ഇച്ചിരി ചിലപ്പോൾ നമ്മൾ തികച്ചും ന്യായമായിട്ടുള്ളതല്ല എങ്കിൽ നമുക്ക് പിന്നെ നിസ്കരിക്കാം. ഇപ്പോൾ ദോഹറിൻ്റെ സമയമായി, ഇനിയിപ്പോൾ മാസത്തിലും കൂടെ ജമ്മാക്കി വേണമെങ്കിലും നിസ്കരിക്കാമല്ലോ. അതൊക്കെ മനുഷ്യൻ്റെ ആ ഉള്ളിലെ ചിന്തകൾക്കും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും അള്ളാഹുവിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. They prefer to attach themselves to these idols instead of worshipping Allah alone. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. ഓൾ സച്ച് പ്രാക്ടീസസ്, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ആർ കണ്ടംനബിൾ ഇൻ ദ സൈറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ ആക്ഷേപാർഹമായ കാര്യമാണ്. മുൻഗണന അള്ളാഹുവിന് അവൻ്റെ കൽപ്പനകൾക്ക് അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് മുൻഗണന കൊടുക്കാതെയുള്ള ഏതൊരു പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആക്ഷേപാർഹമായ കാര്യമാണ്. വെരിലി ഷിർക്ക് ഈസ് ആൻ അൺഫർഗിവബിൾ സിൻ, തീർച്ചയായിട്ടും ഇതൊക്കെ ഷിർക്കിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഷിർക്ക് ഈസ് ആൻ അൺഫർഗിവബിൾ സിൻ, മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഷിർക്ക് എന്നത്. ഇഫ് ദ പേഴ്സൺ ഡൈസ് വിത്ത് ഇറ്റ്, ആ ഷിർക്കിലൂടെ തന്നെ അവനങ്ങ് മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ബട്ട് ഇഫ് ദ പേഴ്സൺ റിപ്പൻസ്, എന്നാൽ പ്രസ്തുത വ്യക്തി പശ്ചാത്തപിക്കുകയാണ്, ബിഫോർ ഡെത്ത് ആക്ച്വലി ഓവർകംസ് ഹിം, അവനെ മരണം പിടികൂടുന്നതിന് മുമ്പ്, അവനെ മരണം കീഴടക്കുന്നതിന് മുമ്പ് അവൻ ഈ ഇസ്തിഗ്ഫാറിൻ്റെ പാപമോചനത്തിൻ്റെ അർത്ഥനയുമായി അള്ളാഹുവിൻ്റെ പടിക്കൽ എത്തിയാൽ അവൻ ഒരു പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാം. ദെൻ അള്ളാഹ് ഹാസ് ദ ഓൾ പവർ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു തആല സർവശക്തനാണ്, എല്ലാ കഴിവുകളും എല്ലാ അധികാരങ്ങളും ഉള്ളവനാണ്. ആൻഡ് അതോറിറ്റി, അതിൻ്റെ അതോറിറ്റിയുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലധികാരിയായിട്ട് ഭരണം കൈകാര്യം ചെയ്യുന്ന, അതിനപ്പുറത്ത് ചോദിക്കാൻ പിന്നെ വേറെ ആരുമില്ല. ടു ഫർഗിവ് ഹിം, അങ്ങനെ അവന് മാപ്പ് ലഭിക്കാം. അപ്പോൾ ഷിർക്കിൻ്റെ വാതിൽ പരിപൂർണമായി നാം കൊട്ടിയടക്കുകയും പാപമോചനത്തിൻ്റെ വാതിൽ സദാസമയം തുറന്നിട്ടുകൊണ്ട് അവൻ്റെ പ്രീതിക്കായി യാചിക്കുകയും ചെയ്യുവാൻ ഈ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉള്ളവരാണ്. ഇസ്തിഗ്ഫാറിൻ്റെ ആ മേലങ്കിയും അണിഞ്ഞ് അള്ളാഹുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സദാ ശ്രദ്ധിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ദുആ ചെയ്യുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.